നമസ്കാരം. രാജ്യസഭാംഗവും കേരള കോൺഗ്രസ് ചെയർമാനുമായ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം തൻ്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. പലരും അതിനെ ട്രോളി, പക്ഷെ അതൊരു വാസ്തവമാണ്. അതിൽ ചില ഭാഗങ്ങൾ മാത്രം ആദ്യം കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. ബ്രിട്ടനിലുള്ള UK-യിലുള്ള മലയാളികളും വിദ്യാർത്ഥികളും അവിടെ ജോലി ചെയ്യുന്ന ഒരു വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ജോലി ചെയ്യുവാനും വിദ്യാർത്ഥികൾക്കും അവിടുത്തെ വിസയുമായി ബന്ധപ്പെട്ട വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട് വളരെ ലിബറൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം വിദ്യാർത്ഥികൾ മലയാളികൾ ഇവിടെ നിന്ന് അവിടെ പോയി സ്റ്റുഡൻസ് വിസയിൽ പഠിക്കുകയും പലരും വർക്ക് പെർമിറ്റ് എടുക്കുകയും ജോലി ചെയ്യുകയും അവരുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് വളരെയധികം ആളുകൾ അവിടെ ചെല്ലുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ വർക്ക് പെർമിറ്റ് റിന്യൂവൽ ആയിട്ടും അതുപോലെ തന്നെ PR-മായി ബന്ധപ്പെട്ടുള്ള വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള നടപടികൾ ഇന്ന് ബ്രിട്ടൻ സർക്കാർ UK സർക്കാർ ഏറ്റെടുത്തപ്പോൾ ആ നടപടികളായി മുന്നോട്ട് പോകുമ്പോൾ പലരും ആ രാജ്യം വിട്ട് തിരിച്ചു വരേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ഒരു ജോസ് കെ മാണി പറഞ്ഞത് ഒരു പച്ച പരമാർത്ഥമാണ്. ഇനി വരാൻ പോകുന്ന നാളുകളിൽ കുറഞ്ഞത് 30,000 മുതൽ 50,000 വരെ UK മലയാളികൾ നാട്ടിലേക്ക് മടങ്ങാം. അത്തരമൊരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു വരുന്നു. ജോലിയില്ലാത്തതുകൊണ്ട്, ജോലി കിട്ടാത്തതുകൊണ്ട്, വിസ പുതുക്കി കിട്ടാത്തതുകൊണ്ട്, പെർമനൻ്റ് റെസിഡൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും PR എന്ന അവരുടെ സ്വപ്നം, പെർമനൻ്റ് റെസിഡൻസി എന്ന സ്വപ്നം സഫലമാകാത്തത് കൊണ്ടൊക്കെ ഇവർ മടങ്ങാനിരിക്കുന്നു. ഇതിനിവരെ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല. കാരണം എവിടെയൊക്കെ അവസരമുണ്ടോ ആ അവസരമൊക്കെ അപ്പോൾ തന്നെ തപ്പിപ്പിടിച്ച് മനസ്സിലാക്കി അത് ഉപയോഗിക്കാൻ മലയാളികൾക്കാരും പരിശീലനം കൊടുക്കേണ്ടതില്ല. നേരത്തെയൊക്കെ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ പോകണമെങ്കിൽ ഒന്നുകിൽ IT മേഖലകളിലോ മറ്റോ വൈദഗ്ധ്യം വേണം, അല്ലെങ്കിൽ നഴ്സോ ഡോക്ടറോ ഒക്കെ ആവണം. അത്തരക്കാർക്ക് മാത്രമേ അവിടെ അവസരം കിട്ടുമായിരുന്നുള്ളൂ. എന്നാൽ കോവിഡ് കാലത്ത് തുടർച്ചയായി ലോക്ക്ഡൗൺ വരികയും വർക്ക് അറ്റ് ഹോം ആരംഭിക്കുകയും ചെയ്തതോടെ ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ തദ്ദേശീയർ വീട്ടിലിരുന്ന് ശീലിച്ചു പോവുകയും മടിയന്മാരായി മാറുകയും ചെയ്തതോടെ കോവിഡിന് ശേഷം ജീവിത രീതി മാറിയപ്പോൾ അവർ അതിനോട് താതാത്മ്യം ചെയ്യാൻ കൂസാക്കാതെ വീട്ടിൽ തന്നെ തുടർന്നപ്പോൾ വലിയ തൊഴിൽ പ്രതിസന്ധി രൂപപ്പെടുന്നു. കെയർ ഹോമുകളിൽ കെയർമാരെ കിട്ടുന്നില്ല, ഹോട്ടലുകളിൽ ജോലിക്കാരെ കിട്ടുന്നില്ല, എയർപോർട്ടുകളിൽ ജോലിക്കാരില്ലാത്തൊരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു. ഇതോടെ ബ്രിട്ടൻ അതുവരെ പുലർത്തിയിരുന്ന അവരുടെ നിയമങ്ങളിൽ ഇളവ് വരുത്തുന്നു. സ്റ്റുഡൻറ് വിസയിലും മറ്റും UK-യിലെത്തുന്നവർക്ക് വർക്ക് പെർമിറ്റിലേക്ക് മാറാൻ അനുമതി കൊടുക്കുന്നു. കെയറർ വിസ ആരംഭിക്കുകയും ആർക്ക് വേണമെങ്കിലും, നേഴ്സ് അല്ലാത്തവർക്ക് പോലും UK-യിൽ കെയററായി എത്താൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ റെസ്റ്റോറൻറ്റുകളിലും ബാർബർ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പോലും വർക്ക് പെർമിറ്റ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് ഭംഗിയായി മനസ്സിലാക്കി വേണ്ടതുപോലെ ഉപയോഗിച്ചത് മലയാളികളാണ്. ഇവിടെയുള്ള പല ഏജൻസികളും ആയിരക്കണക്കിന് മലയാളികളെ സ്റ്റുഡൻറ് വിസയിൽ UK-യിൽ എത്തിച്ച് അവരിൽ മിക്കവരും വർക്ക് പെർമിറ്റിലേക്ക് മാറി. കഴിഞ്ഞ 1-2 വർഷമായി ഇതെല്ലാം നിലച്ചു. അതുകൊണ്ട് തന്നെ ഇക്കാലയളവിൽ സ്റ്റുഡൻറ് വിസയിൽ എത്തിയവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, തൊഴിൽ കിട്ടുന്നില്ല, വർക്ക് പെർമിറ്റ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു 10-30,000 പേർ ഏറെ വൈകാതെ മടങ്ങേണ്ടി വരും. എന്നാൽ പ്രശ്നം അതിനേക്കാൾ ഗുരുതരമാണ്. 2021-23 കാലഘട്ടത്തിലെത്തിയ ആയിരക്കണക്കിന് മലയാളികൾ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. കെയർ വിസ അടക്കം അൺസ്കിൽഡ് ലേബറിനുള്ള എല്ലാ വിസകളും അവസാനിപ്പിച്ചു. സ്കിൽഡ് ലേബറിന് പോലും വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ മിനിമം സാലറി വർദ്ധിപ്പിച്ചു. മാത്രമല്ല 5 വർഷം പണിയെടുത്തു കഴിഞ്ഞാൽ പെർമനൻ്റ് റെസിഡൻസി കിട്ടും എന്ന സ്വപ്നം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന ലേബർ സർക്കാർ 10 മുതൽ 15 വർഷം വരെ ബ്രിട്ടനിൽ നിന്നാൽ മാത്രം PR കിട്ടുന്ന നിയമം കൊണ്ടുവരുന്നു. അങ്ങനെ വലിയ അനിശ്ചിതത്വം അവിടെ രൂപപ്പെടുകയും മലയാളികൾ കൂട്ടത്തോടുകൂടി മടങ്ങേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇത് നമ്മുടെ ഭാഗം മാത്രമാണ്. ഇതിനൊരു മറുവശമുണ്ട്. ബ്രിട്ടൻ പോലൊരു ചെറിയ രാജ്യത്തേക്ക് മലയാളികൾ ആയിരക്കണക്കിന് എത്തിയെങ്കിൽ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഫിലിപ്പിനോകളും ഒക്കെ എത്ര എത്തി എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതാണ്ട് 20-25 ലക്ഷത്തോളം ആളുകളാണ് ഈ കാലയളവിൽ ഇങ്ങനെ ആനുകൂല്യം കൈപ്പറ്റി അവിടെ എത്തുന്നത്. ഇവർക്കൊക്കെ 5 വർഷം പൂർത്തിയാകുന്നതോടെ PR കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ സർക്കാരിനുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് തദ്ദേശീയർ ആശങ്കപ്പെട്ടു തുടങ്ങി. PR കിട്ടിയാൽ എല്ലാ ബെനിഫിറ്റുകളും കൊടുക്കണം, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം, തൊഴിലില്ലാത്തവർക്ക് തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം, കുട്ടികളെ സംരക്ഷിക്കാൻ പണം കൊടുക്കണം, സൗജന്യ ചികിത്സ കൊടുക്കണം, സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണം, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ. ഇത് വലിയ അനിശ്ചിതത്വം തദ്ദേശീയരുണ്ടാക്കുന്നു. 5 തരം വിഷയങ്ങൾ അവർ നേരിടുന്നു. അതിലേറ്റവും ഗൗരവമേറിയ വിഷയം, ബ്രിട്ടൻ ഒരു മുതലാളിത്ത രാജ്യമാണ്. അവിടെ മാർക്കറ്റാണ് ശക്തമായി പ്രവർത്തിക്കുന്നത്.
ഇങ്ങനെ എത്തിയ കുടിയേറ്റക്കാർ, മലയാളികളടക്കമുള്ള കുടിയേറ്റക്കാർ വളരെ ചെലവ് കുറച്ച് പണം മിച്ചം വയ്ക്കാൻ തുടങ്ങിയതോടെ അവരൊക്കെ തന്നെ വീട് വാങ്ങാൻ തുടങ്ങുന്നു. അതോടുകൂടി വീടിൻ്റെ ഡിമാൻഡ് കൂടുന്നു, വീട് വില കുത്തനെ ഉയരുന്നു. അത് മാത്രമല്ല, രണ്ടാമത് മറ്റൊരു ദുരിതമുണ്ടാവുന്നു. വീടിൻ്റെ വാടക ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഉയരുന്നു. കോവിഡിന് മുൻപ് ലണ്ടന് പുറത്തുള്ള പലയിടങ്ങളിലും 400-500 പൗണ്ട് മുടക്കിയാൽ ഒരു മാസം വീട് വാടകയ്ക്ക് കിട്ടുമായിരുന്നെങ്കിൽ ശരാശരി വാടക 1200 പൗണ്ടായി മാറുകയാണ്. ഇരട്ടിയിലധികമായി വർദ്ധിക്കുകയാണ്. മാത്രമല്ല, വാടകയ്ക്ക് വീടും കിട്ടാനില്ല. മൂന്നാമത്, തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു. ആളുകൾക്ക് തൊഴിൽ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നതോടെ തദ്ദേശീയർ ആകപ്പാട് പ്രതിസന്ധിയിലാകുന്നു. നമ്മൾ സാധാരണഗതിക്ക് സായിപ്പന്മാരും മദാമ്മമാരുടെയും മര്യാദയെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ അവർക്ക് തൊഴിലില്ലാതെ വന്നതോടെ, അവർക്ക് വീട് വാങ്ങാൻ കഴിയാതെ വന്നതോടെ, അവർക്ക് വാടക വീട് കിട്ടാതെ വന്നതോടെ, അവർക്ക് തെരുവിലിറങ്ങി മര്യാദയ്ക്ക് സഞ്ചരിക്കാൻ കഴിയാതെ വന്നതോടെ അവർ അസ്വസ്ഥരാകുന്നു. ഈ അസ്വസ്ഥതയെ കൂട്ടുപിടിച്ചുകൊണ്ട് നൈജൽ ഫറാജ് എന്ന സ്വാധീനമുള്ള ഒരു മനുഷ്യൻ റിഫോം UK എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു. ഈ രാഷ്ട്രീയ പാർട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് വരുന്നു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണി ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് പൊതുവെ കുടിയേറ്റക്കാർക്ക് അനുകൂലമായ ലേബർ പാർട്ടി ഭരിച്ചിട്ടും അവർ PR നിയമത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു വശത്ത് ഈ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ, മറുവശത്ത് ബ്രിട്ടനിൽ നിലവിലുള്ള വളരെ അയഞ്ഞ മനുഷ്യാവകാശ നിയമങ്ങൾ അവ ബ്രിട്ടനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. ഏതെങ്കിലും രാജ്യത്ത് നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കള്ളവണ്ടി കയറി വരുന്നവർ, അവർ ഭൂരിഭാഗവും കലാപബാധിതമായ ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളാണ്. ഇറാഖും അഫ്ഗാനിസ്ഥാനും സിറിയയും പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമല്ല, ആഫ്രിക്കയിലെ പട്ടിണി രാജ്യങ്ങളിൽ നിന്നും ആളുകൾ റിസ്ക് എടുത്തുകൊണ്ട് കള്ളബോട്ട് കയറി കടലിൽ ജീവൻ പോവാനുള്ള ഒരു സാഹചര്യത്തെ പോലും അതിജീവിച്ചുകൊണ്ട് ബ്രിട്ടീഷ് തീരത്തേക്ക് വരികയാണ്. ഫ്രാൻസിലെ ചില ദ്വീപുകൾ അതിനുള്ള സൗകര്യമൊരുക്കി കൊടുത്തു. അങ്ങനെ ഇവർ കൂട്ടത്തോടുകൂടി ഓരോ ദിവസവും ബ്രിട്ടനിലേക്ക് എത്താൻ തുടങ്ങി. ഇങ്ങനെ വരുന്നവരെ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് അഭയാർത്ഥികൾ എന്ന നിലയിൽ സ്വീകരിച്ച് അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസം കൊടുത്ത് അവരുടെ മക്കളെ പഠിപ്പിച്ച് അവരുടെ ചികിത്സ നടത്തി അവരെ ജീവിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുത്തതോടെ അസ്വസ്ഥത രൂക്ഷമായി. ഇങ്ങനെ അഭയാർത്ഥികളായി വന്ന പലരും ക്രിമിനലുകളായിരുന്നു. അവർ തെരുവിലിറങ്ങി തദ്ദേശീയരായ പെൺകുട്ടികളെ പോലും പീഡിപ്പിക്കാൻ തുടങ്ങി. വലിയ തോതിൽ പ്രതിഷേധം രൂപപ്പെടുന്നു. മുമ്പ് ഞാൻ സൂചിപ്പിച്ച റിഫോം UK മാത്രമല്ല, അതിനേക്കാൾ തീവ്ര വലത് രാഷ്ട്രീയമുള്ള ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് പോലുള്ള പ്രസ്ഥാനങ്ങളും ശക്തിപ്പെടുന്നു. അങ്ങനെ കുടിയേറ്റ വിരുദ്ധ മനോഭാവം സാധാരണ വെള്ളക്കാർക്കിടയിൽ ശക്തിപ്പെടുകയാണ്. സാധാരണഗതിക്ക് വെള്ളക്കാർ മനുഷ്യത്വത്തോടു കൂടിയാണ് പെരുമാറുന്നത്. നമ്മളെപ്പോലുള്ളവർക്ക് ചെന്നാൽ അവർ വലിയ വാത്സല്യത്തോടെ സ്വീകരിക്കാറുണ്ട്, ഉള്ളിൽ വാത്സല്യമില്ലെങ്കിലും. പക്ഷേ അതൊക്കെ മാറുകയും സാധാരണ വെള്ളക്കാരുടെ പോലും മനോഭാവം കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് കുടിയേറ്റക്കാർക്കെതിരാകുകയും ചെയ്യുന്നു. അവർക്കറിയില്ല ആരാണ് അഭയാർത്ഥി, ആരാണ് ക്രിമിനൽ. അവർ തൊലി വെളുക്കാത്ത സകലരും ക്രിമിനലുകളായി അഭയാർത്ഥികളെ കാണുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതിനിടയിൽ പറയട്ടെ, നമ്മുടെ മലയാളികൾ അടക്കമുള്ള പലരും അവിടെ ചെന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന നിലയിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് തെരുവിൽ തുള്ളാനും തുടങ്ങി. അവർ അങ്ങനെ തെരുവിൽ തുള്ളിയിടുന്ന ഈ ചിത്രങ്ങളൊക്കെ വൈറലാവുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഇത് വെള്ളക്കാരുടെ സ്വസ്ഥത കെടുത്തുന്നു. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന തരത്തിലേക്ക് അസ്വസ്ഥത രൂപപ്പെടുകയാണ് ഈ മനുഷ്യരുടെ മനസ്സിൽ. ഇതുവരെ മറ്റുള്ളവരെ സ്വീകരിച്ചാനയിച്ചവർ തികഞ്ഞ കുടിയേറ്റ വിരുദ്ധരാകുന്നു. ഇത് പരസ്യമായി പറയാൻ പലരും ധൈര്യം കാണിക്കുന്നില്ലെങ്കിലും റിഫോം UKയ്ക്കും ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിനും ഒക്കെ കിട്ടുന്ന സ്വീകാര്യത എത്ര ശക്തമാണ് കുടിയേറ്റ വിരുദ്ധ വികാരം എന്നതിന് തെളിവായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തെക്കൻ ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ എന്ന സിറ്റിയിൽ ഒരു സിഖുകാരൻ അയാളുടെ കൃപാണം ഉപയോഗിച്ച് കേവലം 18 വയസ്സ് മാത്രമുള്ള ഹെൻറി നോവാക്ക് എന്നു പേരുള്ള ഒരു ഇംഗ്ലീഷുകാരനെ കൊല്ലുകയാണ്. ഹെൻറി നോവാക്കിന് കുത്തേൽക്കുന്നു, വലിയ കലാപം നടക്കുന്നു, പോലീസ് അവിടെ എത്തുന്നു. രാത്രിയാണ് സംഭവം. ഈ ഹെൻറി നോവാക്കിനെ കുത്തേറ്റ് ചോര വാർന്നത് പോലീസ് അറിഞ്ഞില്ല. പകരം പോലീസ് ഈ കുത്തിയവരും അവരുടെ സിഖുകാരായ സംഘവും പറഞ്ഞത് കേട്ട് ഹെൻറി നോവാക്കിനെ ബന്ദിയാക്കുകയും അയാളെ ലോക്ക് ചെയ്ത് നിലത്ത് കിടത്തുകയും ചെയ്തു. എനിക്ക് ശ്വാസം മുട്ടുന്നു, കുത്തേറ്റിട്ടുണ്ട് എന്ന് ഈ 18-കാരനായ വെള്ളക്കാരൻ ഉറക്കെ പറഞ്ഞെങ്കിലും പോലീസ് ഗൗനിച്ചില്ല. ഒടുവിൽ അയാൾ മരിച്ചു പോകുന്നു. ഇതോടുകൂടി ഇന്ത്യക്കാർക്കെതിരെയുള്ള വലിയ വികാരം തെക്കൻ ഇംഗ്ലണ്ടിൽ കത്തിപ്പടരുകയും സിഖ് ഗുരുദ്വാരകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. ആ കലാപം അവസാനിക്കുന്നതിന് മുൻപാണ് തിങ്കളാഴ്ച രാത്രിയിൽ നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റ് സിറ്റിയിൽ ഒരു സുഡാനി അഭയാർത്ഥി ഒരു വെള്ളക്കാരനെ കുത്തുന്നത്. ആ വെള്ളക്കാരന്റെ കഴുത്തിലും തലയിലുമൊക്കെ അയാൾ കുത്തി. ഇപ്പോൾ അയാൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്നു. ഇത് വലിയ കലാപത്തിന് കാരണമായി.
ഇംഗ്ലണ്ട് പോലെയല്ല നോർത്തേൺ അയർലൻഡ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംഗ്ലണ്ടും നോർത്തേൺ അയർലൻഡും വെയിൽസും സ്കോട്ട്ലൻഡും അടങ്ങുന്നതാണ് UK. ഇതൊരു രാജ്യമാണ്, പക്ഷേ 4 വ്യത്യസ്ത പ്രൊവിൻസുകളാണ്. ഇംഗ്ലണ്ടിലുള്ളവർ കുറച്ചുകൂടി മര്യാദയോടുകൂടിയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്. വെയിൽസും അങ്ങനെ തന്നെ. വെയിൽസും സ്കോട്ട്ലൻഡും ഒക്കെ കുഴപ്പമില്ല. എന്നാൽ നോർത്തേൺ അയർലൻഡിന്റെ സ്ഥിതി വ്യത്യസ്തമാണ്. നോർത്തേൺ അയർലൻഡിന്റെ പാരമ്പര്യം തന്നെ കലാപത്തിൽ വാർത്തെടുത്തതാണ്. നമുക്കറിയാം, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടൻ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനെ മുറിച്ച് അതിൻ്റെ ഒരു ഭാഗം നോർത്തേൺ അയർലൻഡ് എന്ന പേരിൽ ബ്രിട്ടന്റെ ഒരു പ്രവിശ്യയാക്കി മാറ്റി. അന്ന് മുതൽ ഒരു കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. അവരുടെ ഇംഗ്ലീഷുകാർ കടന്നു കയറിയ വടക്കൻ ഭാഗം, ആ ഭാഗത്ത് ആംഗ്ലിക്കൻകാരുടെ ഒരു സ്വാധീനമുണ്ടായി. അങ്ങനെയാണ് ആംഗ്ലിക്കൻ സ്വാധീനത്തിന് വഴങ്ങി ബ്രിട്ടൻ അയർലൻഡിനെ പിളർത്തി സ്വന്തമാക്കുന്നത്. അന്ന് മുതൽ ഈ നോർത്തേൺ അയർലൻഡിലുള്ള കത്തോലിക്കർ അസ്വസ്ഥരാണ്. 1969 അവർ IRA അല്ലെങ്കിൽ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി എന്ന പേരിൽ ഒരു ഭീകര സംഘടന ഉണ്ടാക്കി ബ്രിട്ടീഷുകാർ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 97 വരെ ഈ ആക്രമണം തുടർന്നു. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഒരാൾ അടക്കം ഏതാണ്ട് 1700 പേർ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടതിൽ 1000 പേരും ബ്രിട്ടീഷ് പോലീസുകാരാണ്. ഒടുവിൽ സമാധാനത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോഴും ഈ നോർത്തേൺ അയർലൻഡിൽ കലാപത്തിന്റെ ഒരു ബീജം ബാക്കിയായിരുന്നു. ഇടയ്ക്കിടെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുക തീർച്ചയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 2 റൊമേനിയൻ ജിപ്സികൾ ഒരു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ റേപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കലാപം ഉണ്ടാവുകയും ആഴ്ചകൾ കലാപം നീണ്ടു നിൽക്കുകയും അനേകം പോലീസുകാർ ആക്രമിക്കപ്പെടുകയും അനേകം വാഹനങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിരുന്നു. സമാനമായ സാഹചര്യമാണ് തിങ്കളാഴ്ച രാത്രിയിൽ സുഡാനീസ് അഭയാർത്ഥി നടത്തിയ ആക്രമണ പശ്ചാത്തലത്തിൽ നോർത്തേൺ അയർലൻഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അവിടെ നേരം വെളുത്തിട്ടില്ല, ഇന്നലെ രാത്രി മുഴുവൻ ബെൽഫാസ്റ്റ് നഗരം കത്തി അമരുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ടതില്ല. നിരവധി വീടുകൾ ആക്രമിക്കപ്പെട്ടു. നിരവധി വാഹനങ്ങൾ, ബസ്സുകൾ, കാറുകൾ അഗ്നിക്കിരയായി. നിരവധി കെട്ടിടങ്ങൾക്ക് മേൽ ആക്രമണമുണ്ടായി. കുടിയേറ്റക്കാരായ സകലരെയും അവർ ആക്രമിക്കുകയാണ്. ഇന്ത്യക്കാർ അടക്കമുള്ളവർ ആക്രമിക്കപ്പെടുന്നു. ഇന്ത്യക്കാർ അടക്കമുള്ളവരോട് കുടിയേറ്റക്കാരുടെ വീട്ടിൽ തന്നെ ഇരിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. മലയാളികൾ അടക്കമുള്ളവർ പേടിച്ച് വീടടച്ചിരിക്കുകയാണ്. അവർക്കിന്ന് ജോലി സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല. ഇന്നലെ ജോലി സ്ഥലത്തുനിന്ന് വന്ന പലരും ആക്രമിക്കപ്പെട്ടിരുന്നു. ജോലി സ്ഥലത്തേക്ക് ഇന്ന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ഇരിക്കൂ എന്ന് പറയുന്ന സാഹചര്യം നോർത്തേൺ അയർലൻഡിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞ സംഭവങ്ങളുടെ അനിവാര്യമായ അന്ത്യമാണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബെൽഫാസ്റ്റിൽ തുടങ്ങിയ കലാപം ബ്രിട്ടനിലെ മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. തെക്കേ സതാംപ്ടണിൽ ഇന്ത്യക്കാർക്കെതിരെ കലാപമുണ്ടായതിന് തുടർച്ച തന്നെയാണ് അങ്ങ് വടക്ക് ബെൽഫാസ്റ്റിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന കലാപാന്തരീക്ഷവും. പഴയ ബ്രിട്ടനല്ല, പുതിയ ബ്രിട്ടൻ. കുടിയേറ്റക്കാർ അവരുടെ സ്വാസ്ഥ്യം കെടുത്തുന്നു, അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നു, അവരെ പട്ടിണിയിലാക്കുന്നു, അവർക്ക് വീട് വാങ്ങാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കുന്നു എന്ന വികാരം ശക്തമാവുകയും ഈ കുടിയേറ്റക്കാർ പലരും കലാപകാരികളും ക്രിമിനലുകളുമായി മാറുകയും ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് മലയാളികൾ അടക്കമുള്ളവരാണ്. നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് ഗൗരവമേറിയ വിഷയമാണ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമവാഴ്ചയുള്ള രാജ്യമാണ് ബ്രിട്ടൻ. പണ്ടൊന്നും ആർക്കും ഇങ്ങനെ കലാപം നടത്താൻ കഴിയുമായിരുന്നില്ല. ആ സെക്കൻഡിൽ തന്നെ സകലരെയും തൂത്തുവാരിക്കൊണ്ട് പോലീസ് പോകുമായിരുന്നു. എന്നാൽ പോലീസ് പോലും നിസ്സഹായരായിരിക്കുന്നു. കാരണം അത്ര രൂക്ഷമാണ് അന്തരീക്ഷം. പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ സൂക്ഷിക്കുക. പ്രിയപ്പെട്ട മലയാളികളെ, ഇനി തൽക്കാലം ബ്രിട്ടനിലേക്ക് ആളെ അയക്കുന്നതിനെ കുറിച്ച് രണ്ടാമതൊന്നുകൂടി ആലോചിക്കുക.